കഴക്കൂട്ടത്ത് 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശിനി മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറിനെയാണ് കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ മരിച്ച നിലയിൽ എത്തിച്ചത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് പറയുന്നത് എന്താണ്? മനീഷ് മഹിപാൽ. ശ്രീജിത്ത്, കഴക്കൂട്ടം പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഇന്ന് വൈകിട്ട് 5:50-നാണ് കഴക്കൂട്ടത്തെ ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്ന മുന്നി ബീഗം അവരുടെ ആൺ സുഹൃത്തുമായി കഴക്കൂട്ടത്ത് തന്നെയുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് മകൻ ഗിൽദർ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തി. ആഹാരം കൊടുത്ത ശേഷം മകൻ ഉറങ്ങുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഉണർത്തിയപ്പോൾ മകൻ ഉണരുന്നില്ല. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. മരിച്ചു എന്ന് ഡോക്ടർമാർ അറിയിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ തന്നെ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ചത്, അതായത് കയറോ മറ്റ് കാര്യങ്ങളോ കൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ചതായി ഡോക്ടർമാർക്ക് വ്യക്തമായി. ഇതിനെ തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ശരീരത്തെ പല ഭാഗങ്ങളിലും മുറിവേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴക്കൂട്ടം പോലീസിനെ വിവരം അറിയിച്ചത്. കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി ഈ 2 പേരെയും, അതായത് ഈ കുഞ്ഞിൻ്റെ മാതാവായിട്ടുള്ള മുന്നി ബീഗത്തിനെയും ഇവരുടെ ആൺ സുഹൃത്ത് തൻബീറിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൻബീറിന് 22 വയസ്സും മുന്നി ബീഗത്തിന് 23 വയസ്സുമാണ്. നിലവിൽ മുന്നി ബീഗം പറയുന്നത് തൻബീർ തൻ്റെ ഒരു റിലേറ്റീവാണ്, തൻ്റെ ഒരു ബന്ധുവാണെന്നാണ് പറയുന്നത്. ഭർത്താവുമായി അകന്ന് കഴിയുകയാണ്. ഭർത്താവ് ആലുവയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ആലുവയിൽ നിന്ന് 2 ആഴ്ചയ്ക്ക് മുൻപാണ് കഴക്കൂട്ടത്തേക്ക് എത്തുന്നത്. ഇവിടെ നിലവിൽ 2 പേരും തൊഴിൽ അന്വേഷിച്ച് എത്തിയതാണ്. ഇവിടെ തൊഴിലൊന്നും നിലവിലില്ല എന്നാണ് നിലവിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇത് കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ വിധത്തിലുള്ള പരിശോധന, ഈ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ നടത്തിയ പരിശോധനയിൽ അത് ഒരു കൊലപാതകമാണെന്നുള്ള സംശയമുണ്ട്. ഇപ്പോഴിതാ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നടത്തുന്ന പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നാളെ രാവിലേക്കുണ്ടാകും. അപ്പോൾ എന്താണ് മരണകാരണമെന്ന് വ്യക്തമാകും. ഒപ്പം തന്നെ ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്ന, കൊലപാതകമെന്ന് സംശയിക്കുന്ന ഈ സംഭവത്തിൽ കൂടുതൽ ഈ 2 പേരെയും കഴക്കൂട്ടം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചെന്ന അടക്കമുള്ള കാര്യങ്ങളുടെ ചുരുൾ അഴിയുകയുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിൽ കൊലപാതകമെന്ന വലിയ സംശയം പോലീസിനുണ്ട്. വൈകിട്ട് 5:50-നാണ് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ തൻ്റെ മകൻ ഉറക്കത്തിനിടയിൽ മരിച്ചു. ആഹാരം കഴിച്ച ശേഷം കിടന്നപ്പോൾ പിന്നെ എഴുന്നേൽക്കുന്നില്ല. മരിച്ച നിലയിൽ ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതും അതിൽ ഈ ദേഹത്ത് മുറിവേറ്റ അല്ലെങ്കിൽ കയറിട്ട് കുരുക്കിയ നിലയിലുള്ള പാടുകൾ കണ്ടതാണ് സംശയത്തിനിടയാക്കിയിട്ടുള്ളത്. എന്താണെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നത് കഴക്കൂട്ടം പോലീസ് കൂടിയാണ്. ശ്രീജിത്ത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്ന സംശയം പോലീസിനുണ്ട്. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലടക്കമുണ്ടാകും. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.